ലളിതാമൃതം ലളിത സഹസ്രനാമ പഠനവേദിയുടെ നേതൃത്വത്തിൽ കൊല്ലം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമ യജ്ഞം നടന്നു. പഠനവേദിയുടെ നേതൃത്വത്തിൽ 108 ദേവീക്ഷേത്രങ്ങളിൽ നാമജപയജ്ഞം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയകാവ് ക്ഷേത്രത്തിലും നാമജപയജ്ഞം സംഘടിപ്പിച്ചത്. നിരവധി ഭക്തർ നാമജപയജ്ഞത്തിൻ്റെ ഭാഗമായി. ലളിതാ പരമേശ്വരിയുടെ 1001 നാമങ്ങൾ മുത്തുമണി പോലെ കോർത്തിണക്കിയ ഒരു മാലമന്ത്രമാണ് ലളിതാ സഹസ്രനാമം. 1001 നാമങ്ങളും കൃത്യമായി തിരിച്ച് അർത്ഥവിവരണവും കൃത്യമായ ഉച്ചാരണവും നൽകി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ വേദിയാണ് ലളിതാമൃതം. ചെട്ടിക്കുളങ്ങര സ്വദേശിയും എഴുത്തുകാരനും പ്രവാസിയും അബുദാബിയിലെ സാമൂഹ്യ സേവകനുമായ അഭിലാഷ് ജി പിള്ളയാണ് ലളിതാമൃതത്തിൻ്റെ ആചാര്യൻ. ലോകം മുഴുവൻ പഠിതാക്കളുള്ള വലിയ ഒരു ഗ്രൂപ്പാണ് ലളിതാമൃതം. കേരളത്തിൽ 3 മേഖലകളായി പ്രവർത്തിച്ചു വരുന്ന ലളിതാമൃതം ഡിസംബർ 19 കന്യാകുമാരി ബാലാംബയുടെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഏപ്രിൽ 5 കാഞ്ചി കാമാക്ഷി സന്നിധിയിൽ അവസാനിക്കുന്ന 108 ദേവീക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന സഹസ്രനാമ യജ്ഞത്തിൻ്റെ 4ാം ഘട്ടം 10ാം ദിവസമാണ് പുതിയകാവ് ക്ഷേത്രസന്നിധിയിൽ സഹസ്രനാമ യജ്ഞം സംഘടിപ്പിച്ചത്. സഹസ്രനാമ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരിണി രമാദേവി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. എത്രയോ അമ്മമാരെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയാറുണ്ട്, എന്ത് ചെയ്യുന്നു കുട്ടികൾ മൊബൈലിന് അടിമയായി, എന്താണ് കാരണം? ആ അമ്മമാർ തന്നെയാണ് ആദ്യം അതിനെ വഴിവെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാം വിട്ടുപോയ ഒരു കാലം, അതായത് പട്ടം നൂല് പൊട്ടിയതുപോലെയാണ് ഇപ്പോഴത്തെ എല്ലാ തലമുറകളും യുവതലമുറകൾ പ്രത്യേകിച്ചും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ അമ്മമാർ മാത്രം മതി ഈ ഒരു നാടിനെ നന്നാക്കിയെടുക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പാരായണം ചെയ്യുന്നത് ആദ്യം നമുക്കൊന്നും അറിയില്ല. പുതിയകാവ് ദേവസ്വം ബോർഡ് മാനേജറും തപസ്യ കലാവേദിയുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പറുമായ അജയകുമാർ മുഖ്യ അതിഥിയായിരുന്നു. ലളിതാമൃതം സംസ്ഥാന പ്രസിഡന്റ് അനുപമ ഷാജി, ജനറൽ സെക്രട്ടറി സ്മിത പ്രവീൺ, ദക്ഷിണമേഖലാ സെക്രട്ടറി ദീപ അനിൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ നന്ദകുമാർ, പ്രൊഫസർ കോമളവല്ലി, ഗ്രീഷ്മ ജിജീഷ്, കൊല്ലം കോർഡിനേറ്റർ ബിന്ദു ജയചന്ദ്രൻ, വിവിധ നാമജപ കോർഡിനേറ്റർമാർ തുടങ്ങി 100ഓളം കുടുംബാംഗങ്ങൾ കൊല്ലത്ത് നടന്ന സഹസ്ര നാമജപ യജ്ഞത്തിൽ പങ്കെടുത്തു. ACV ന്യൂസ്, കൊല്ലം.